തൻസിയുടെ ഉമ്മയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കുറേയധികം പേര് കമൻസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് മറുപടിയായിട്ട് തൻസിയുടെ ഉമ്മ ഇപ്പോൾ ഒരു വീഡിയോ ലേറ്റസ്റ്റായിട്ട് ചെയ്തിരിക്കുകയാണ്. സോ ആ ഒരു വീഡിയോയിൽ എന്താണ് അവർ പറഞ്ഞതെന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾക്ക് തൻസി ആരാണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയുണ്ടെങ്കിൽ ആരാണ് എന്നുള്ളത് പറയുകയും പിന്നെ എന്തുകൊണ്ട് ഉമ്മ ഇതേ കണക്ക് പ്രതികരിച്ചു എന്നുള്ളതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു തൻസി എന്ന് പറയുന്നത് യൂട്യൂബിൽ ഇപ്പം തൻസി എമീർ എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അവർ ആ ഒരു ചാനലിലൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. തൻ്റെ കല്യാണ ശേഷം താൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെക്കുറിച്ചും തൻ്റെ ഭർത്താവിൽ നിന്നും താൻ നേരിട്ട ചതികളെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ആ വീഡിയോ ഉണ്ടായിരുന്നു. 3 മക്കളാണ് അതിലുള്ളത്. സോ ദുബായിലാണ് ഈ ഒരു തൻവി ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നുണ്ടെങ്കിൽ നാട്ടിലൊക്കെ വന്ന് ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരും, അങ്ങനെ ഒരു വ്യക്തി കൂടിയാണ്. അവിടുത്തെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു തൻവിയുടെ ഭർത്താവിന് വേറൊരാൾ പെൺകുട്ടിയുമായിട്ട് റിലേഷനുണ്ട് എന്ന് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ആ ഒരു കണ്ടതോടെ മനസ്സിലാക്കിയതോടെ തന്നെ ആ ഒരു ബന്ധം വേർപെടുത്താൻ ശ്രമിക്കുകയും നാട്ടിൽ വന്നിട്ട് നിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഭർത്താവ് തിരിച്ചു വന്നിട്ട് ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് പിന്നെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നതിന് ശേഷം പിന്നെയും ഇതേ കണക്ക് വേറെ മറ്റേ റിലേഷനിലും അതേ കണക്ക് തന്നെ ഉപദ്രവവും കാര്യങ്ങളൊക്കെ തുടങ്ങി അവസാനം ഉണ്ടെങ്കിൽ ഇനി പറ്റില്ല എന്നുള്ള രീതിയിൽ തിരിച്ചു വന്ന് ഡിവോഴ്സ് ഉൾപ്പെടെ ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചു എന്നുള്ളൊരു കാര്യം. അതുപോലെ തന്നെ തൻ്റെ ഉമ്മയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉമ്മയെ ഭയങ്കര ബുദ്ധിമുട്ടിയൊക്കെയാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഉപ്പ മരിച്ചതിന് ശേഷം ദുബായിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ജോലി ചെയ്ത് ഞങ്ങളെയൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഉമ്മയുണ്ടെങ്കിൽ വേറൊരു അമേരിക്കയിലുള്ള ഒരു വ്യക്തിയുമായിട്ട് ഇഷ്ടത്തിലാവുന്നതും അങ്ങനെ കല്യാണം കഴിക്കുന്നതൊക്കെ. ഉമ്മയുണ്ടെങ്കിൽ അമേരിക്കയിലാണ്, എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. ഈ ഒരു ബന്ധത്തിലും ഉമ്മയെല്ലാം സപ്പോർട്ടാണ്. എൻ്റെ ആഗ്രഹ പ്രകാരമാണ് ഈ ഒരു കല്യാണം വരെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നുള്ളൊരു കാര്യം കൂടി ഈ ഒരു തൻസിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഈ ഒരു തൻസി നാട്ടിൽ വന്ന് ഇവിടെ മക്കളുടെ കൂടെയൊക്കെ ജീവിച്ച് അങ്ങനെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് നിൽക്കുമ്പോഴത്തേന് ഈ ഒരു ഭർത്താവിൻ്റെ കുടുംബമൊക്കെ ഈ ഒരു തൻസിയെ കാണാനൊക്കെ വരുന്നുണ്ട്. ഇത് കണക്ക് നീ ഇല്ലാതെ ഭയങ്കര ഡിപ്രഷനും കാര്യങ്ങളും ഒക്കെയാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ ഒരു കുടുംബക്കാരൊക്കെ പറയുന്നത് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൻസിയ. പക്ഷേ ഈ ഒരു തൻസിയ ഉണ്ടെങ്കിൽ ഇനി ഒരിക്കലും ഞാൻ തിരിച്ചു പോകത്തില്ല എന്നുള്ള രീതിയിൽ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. കുട്ടികളുടെ കാര്യമൊന്നും തിരക്കാനോ ഒന്നും തന്നെ റെഡി ആയിട്ടില്ല. അത് ഈ ഒരു വീട്ടുകാരും ഭർത്താവിൻ്റെ വീട്ടുകാർ ഈ ഒരു കുട്ടികളെ കാണാൻ വരുമോ അങ്ങനെയൊന്നുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഇതുവരുണ്ടെങ്കിൽ ചുമ്മാ ഈ ഒരു അതായത് മോൻ പറഞ്ഞു എന്നുള്ള ഒറ്റൊരു കാരണം കൊണ്ടിട്ട് ഒന്ന് ഒന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന, അല്ലാതെ കുട്ടികളെ ആയിട്ട് ഒരിഷ്ടമോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് ഞാനുമായിട്ട് ഒന്നിക്കത്തില്ല എന്നുള്ള ഒരു കാര്യം ഈ ഒരു തൻസി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷം ഈ ഒരു വീട്ടുകാർ പിന്നെയും വന്ന് ഇത് കൺവിൻസ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊന്നും നടക്കത്തില്ല എന്ന് തൻസിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഭർത്താവ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഒരു തൻസിയ നിൽക്കുന്ന വീട്ടിൽ തന്നെ വന്ന് നിൽക്കണം എന്നുള്ളതൊക്കെയാണ് ആഗ്രഹം. വീട്ടുകാർ പറയുന്നത് ഭയങ്കര ഡിപ്രഷനാണ് എന്നുള്ളതാണ്. സോ തൻസിയ പറയുന്ന ഒരു കാര്യം, ജോലിക്കൊന്നും പോകാതെ ഇവിടെ തന്നെ നിന്ന് എൻ്റെ ഉമ്മയൊക്കെ കാശ് അയച്ചൊക്കെ തരും. അപ്പോൾ അതിൽ ജീവിക്കാനുള്ള പ്ലാനാണ്, അതിനോടൊന്നും താല്പര്യമില്ല, അങ്ങനെ ഇവിടെ വന്ന് നിൽക്കേണ്ട എന്നുള്ളതിലും തൻസിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും കുറേയധികം പേര് ഈ കമൻറ്റ് ബോക്സിലൊക്കെ തൻസിയയുടെ ഉമ്മയെ പറ്റി പറയുന്നുണ്ടായിരുന്നു. ഇതേ കണക്ക് അവർ ജീവിതം അടിച്ചു പൊളിക്കുവാണ്, ഇപ്പം ഈ ഒരു കുട്ടിയുടെ ഹസ്ബൻഡൊന്ന് വിളിച്ചിട്ട് പോലും ഈ ഒരു ഉമ്മയാണ് ഇവരെ പറഞ്ഞു വിടാത്തതെന്നൊക്കെ രീതിയിൽ കുറേയധികം പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് ഭയങ്കര വിഷമമായിട്ടാണ് തൻസിയയുടെ ഉമ്മയുണ്ടെങ്കിൽ ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. ഇതേ കണക്ക് ഞാനങ്ങനെ എൻ്റെ മോളുടെ കാര്യമാണ് ഞാൻ എപ്പോഴും നോക്കുന്നത്, അല്ലാതെ എൻ്റെ സുഖമോ കാര്യങ്ങളോ ഒന്നുമില്ല. അവൻ നല്ലവനാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ കൂടെ വിട്ടേനെ. പക്ഷെ അവനുണ്ടെങ്കിൽ ജോലിക്ക് പോകാനോ വേറെ വീടെടുത്ത് അവിടെ താമസിക്കാൻ കുട്ടികളുടെ കാര്യം നോക്കാനോ ഒന്നും ഇഷ്ടമല്ല. ഈ ഒരു എൻ്റെ വീട്ടിൽ തന്നെ നിൽക്കണം, എന്നിട്ട് എൻ്റെ ചിലവിൽ ജീവിക്കാനുള്ള പ്ലാനാണ്. ഇതിനു മുമ്പ് അവന് പൈസയൊക്കെ ഞാൻ അയച്ചിട്ടുള്ളതാണ്. അതൊക്കെ അവൻ ഒരുപാട് ഞാൻ മനസ്സിലായതിന് ശേഷമാണ് ഇപ്പം ഇനി അവൻ്റെ കൂടെ എൻ്റെ മോളെ വിടത്തില്ലെന്ന് തീരുമാനിച്ചേക്കുന്നത്. ഇനി ആരെന്ത് പറഞ്ഞാലും ഞാൻ അങ്ങനെ തന്നെയാണ് തീരുമാനിച്ചേക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടിയാണ് തൻസിയുടെ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.